പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച ബി.ജെ.പി നേതാക്കൾക്കെതിരെ കേസെടുത്തു. ബി.ജെ.പി കൌൺസിലർ ജയലക്ഷ്മിയെ ഒന്നാം പ്രതിയാക്കി പാലക്കാട് ടൗൺ നോർത്ത് പോലീസാണ് കേസെടുത്തത്. തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ നിയമപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. വിശദാംശങ്ങൾ ഗോകുൽ വി.എസ്. നൽകും. ഗോകുൽ, ഗുഡ് മോർണിംഗ്. നിലവിൽ വിവിധ വകുപ്പുകൾ ചേർത്ത കേസെടുത്തിട്ടുണ്ടല്ലോ. ഈ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ. ഏത് തരത്തിലൊക്കെയാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത്? അതായത് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിന് വാഗ്ദാനങ്ങൾ നൽകി എന്നുള്ള വിഷയത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജയലക്ഷ്മി, അതോടൊപ്പം തന്നെ ജയലക്ഷ്മിക്കൊപ്പം ആ വീട്ടിലെത്തിയ രമേശ് എന്ന് പറയുന്ന 46-ാം വാർഡിലെ സ്ഥാനാർത്ഥി, ഇവർക്ക് രണ്ടുപേർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് വീട്ടിൽ അതിക്രമിച്ച് കയറി തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഈ രണ്ട് വകുപ്പുകളാണ് ചുമത്തിയത്. ഇതനുസരിച്ചാണ് പാലക്കാട് നോർത്ത് പോലീസ് ഇന്നലെ വൈകുന്നേരം കേസെടുത്തത്. ഏതായാലും ഈ വിഷയത്തിൽ നിയമപരമായി തന്നെ പ്രതിരോധിക്കാനാണ് ബി.ജെ.പി തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് പ്രതികരണങ്ങളും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഏതായാലും 50-ാം വാർഡ് എന്ന് പറയുന്നത് നിലവിൽ ബി.ജെ.പിയുടെ സിറ്റിംഗ് വാർഡാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി ഓരോ വർഷവും വിജയിക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. ആ വാർഡിലാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതി വന്നത്. അവർ രാത്രി വീട്ടിലേക്ക് പോവുകയും, ജയലക്ഷ്മി വീട്ടിലേക്ക് പോവുകയും ഭാര്യയോട്, രമേശിന്റെ ഭാര്യയോട് പണം നൽകാമെന്നും തെരഞ്ഞെടുപ്പിൽ നിന്ന് രമേശിനെ പിന്മാറാൻ പറയണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. പിന്നീട് ഫോണിൽ വിളിച്ചപ്പോഴൊന്നും തന്നെ ജയലക്ഷ്മിയോ അല്ലെങ്കിൽ സുനിലോ ഒന്നും ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളും ഈ രമേശിനോട് നടത്തിയില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രമേശിനെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വീടിന് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, ഗോകുൽ വി.എസ്. ആണ് വിവരങ്ങൾ നൽകിയത്. ഈ സംഭവത്തിൽ ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ബി.ജെ.പി നേതാവ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം. കർണകൈനകരണയും മൂത്താന്തരയും കുറിച്ച് അറിയാത്ത ആളുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അവിടെ ഇനിയിപ്പോൾ കോൺഗ്രസ് അല്ല, ഏത് സ്ഥാനാർത്ഥി നിന്നാലും ബി.ജെ.പിയുടെ ഭൂരിപക്ഷം 1000-ൽ കൂടുതലായിരിക്കും. ഞങ്ങൾക്ക് അവിടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് UDF-ൻ്റെയും LDF-ൻ്റെയും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയില്ല. പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടുത്തടുത്ത വീട്ടുകാരാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ ഇന്ന് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരുടെയും പല പ്രവർത്തകരുടെയും വീടുകളിൽ നിന്ന് പോയി. നാളെ അവർ പറയുകയാണ് കൃഷ്ണകുമാർ വന്നത് ഞങ്ങളെ സ്വാധീനിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും?